ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാന പദ്ധതിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന HAL തേജസ് Mk1 വീണ്ടും വേഗം പിടിക്കാനൊരുങ്ങുകയാണ്. മാസങ്ങളായി തടസ്സപ്പെട്ടിരുന്ന എഞ്ചിൻ പ്രതിസന്ധിക്ക് ഇപ്പോൾ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ നിലച്ചു നിൽക്കുകയായിരുന്ന തേജസ് നിർമ്മാണം ഇപ്പോൾ അമേരിക്കൻ കമ്പനി ജനറൽ ഇലക്ട്രിക് എയറോസ്പേസ് നൽകുന്ന F404 ശ്രേണിയിലുള്ള എഞ്ചിനുകളുടെ വിതരണത്തിൽ വലിയ പുരോഗതി സംഭവിക്കാനിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ചെയർമാൻ ഡോക്ടർ DK സുനിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് 2026 ജൂൺ മുതൽ ഡിസംബർ വരെ കുറഞ്ഞത് 23 എഞ്ചിനുകൾ ലഭിക്കുമെന്നാണ് ഔദ്യോഗികമായി ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു സാധാരണ അപ്ഡേറ്റ് അല്ല, മറിച്ച് തേജസ് പദ്ധതിയുടെ വീണ്ടും പൂർണ്ണ വേഗത്തിലേക്ക് കടക്കാനുള്ള ഒരു നിർണായക ഘട്ടമാണ്. നിലവിൽ ഇതിനകം 5 എഞ്ചിനുകൾ ലഭിച്ചിരിക്കുകയാണ്. 6ാമത്തേത് ഏപ്രിൽ അവസാനത്തോടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ ഈ മാസത്തെ തന്നെ 6 തേജസ് Mk1A വിമാനങ്ങളിൽ എഞ്ചിൻ ഘടിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നാസിക് കേന്ദ്രത്തിൽ എഞ്ചിൻ ഇല്ലാതെ പാർക്ക് ചെയ്തിരിക്കുന്ന നിരവധി വിമാനങ്ങൾ ഇനി ഘട്ടം ഘട്ടമായി സജീവമാകാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഇതുവരെ എഞ്ചിൻ ക്ഷാമം മൂലം നിർമ്മാണം പൂർത്തിയായിട്ടും പറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ വിമാനങ്ങൾ. ഇപ്പോൾ ആ തടസ്സങ്ങൾ നീങ്ങുന്നതോടെ ഡെലിവറികൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത സാമ്പത്തിക വർഷമായ 2026 മുതൽ 27 വരെ ഏകദേശം 24 എഞ്ചിനുകൾ ലഭ്യമാക്കുകയും തുടർന്ന് 2027 മുതൽ 28 കാലയളവിൽ വർഷം തോറും 30 എഞ്ചിനുകൾ വരെ സ്ഥിരമായി ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. ഈ നിരക്കിലെ വർധനവ് തേജസ് Mk1A ഓർഡറുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും സഹായിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ പഴയ MiG-21 വിമാനങ്ങൾ പടിപടിയായി പിൻവലിക്കുന്ന സാഹചര്യത്തിൽ തേജസ് Mk1A വേഗത്തിൽ ഉള്ള ഉൾക്കൊള്ളൽ അത്യാവശ്യമാണ്. പുതിയ എഞ്ചിൻ വിതരണ ഷെഡ്യൂൾ ഈ മാറ്റത്തിന് വലിയ പിന്തുണ നൽകും. ഇതുവരെ പ്രശ്നമായിരുന്നത് എഞ്ചിൻ നിർമ്മാണമല്ല, മറിച്ച് അതിന്റെ ഘടകങ്ങളുടെ സപ്ലൈ ചെയിനിലുണ്ടായ തടസ്സങ്ങളാണ് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള നടപടികൾ ശക്തമായിരിക്കുകയാണ്. കൂടാതെ വൈകിയാൽ പിഴ ചുമത്തുന്ന കരാറുകളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഡെലിവറി കാര്യത്തിൽ കൂടുതൽ കൃത്യത പ്രതീക്ഷിക്കാം. അതായത് ഇന്ത്യ അമേരിക്കയ്ക്ക് ഇട്ട് പിഴ ചുമത്തുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അമേരിക്കയിൽ നിന്ന് വരുന്ന എഞ്ചിൻ കാലതാമസം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ അമേരിക്കയുടെ ആ കമ്പനിക്ക് പിഴയിടുന്ന കാര്യമാണ് പറയുന്നത്. ഒട്ടുമൊത്തത്തിൽ നോക്കുമ്പോൾ 2026 രണ്ടാം പകുതിയിൽ ലഭിക്കുന്ന ഈ 20 എഞ്ചിനുകൾ തേജസ് പദ്ധതി വീണ്ടും ട്രാക്കിലേക്ക് എത്തിക്കുന്ന ഒരു ആദ്യ വലിയൊരു ചുവടായി തന്നെയാണ് കണക്കാക്കേണ്ടത്. ഇതോടെ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ രംഗം കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ്. ഇനി പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ വേഗം തുടരുമോ അതോ വീണ്ടും വൈകല്യങ്ങൾ ഉണ്ടാകുമോ? എന്നാൽ നിലവിലെ സൂചനകളെല്ലാം തേജസ് Mk1A ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.